നമുക്കായിട്ട് 24 മണിക്കൂറും മിടിക്കുന്ന ഒരു ഹൃദയത്തിനായിട്ട് ഒരല്പസമയം നമുക്ക് മാറ്റിവെച്ചാലോ? ഡോണ്ട് മിസ് എ ബീറ്റ്. 2025 ഹാർട്ട് ഡേയുടെ ഒരു തീം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് റിയാദ മെഡിക്കൽ സെൻറ്ററിൽ നിന്നും കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിഷ്ണു കിരണാണ്. ഡോക്ടർ നേരത്തെയും നമ്മളുടെ കൂടെ പല സെഷനിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക് വീണ്ടും. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹാർട്ടിനെ കുറിച്ചും ഹൃദയത്തിനെക്കുറിച്ചും അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഹൃദയ ഇടുപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനെ മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരെയും ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കണം. ഇറ്റ് ക്യാൻ ബി ഓരോ രീതിയിൽ, മീൻസ് ഭക്ഷണത്തിൻ്റെ ആയിരിക്കും, പ്രിവെൻറ്റീവ് ആയിരിക്കും, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടായിരിക്കും, അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. എല്ലാത്തിലും ഡോണ്ട് മിസ് എ ബീറ്റ്. അതാണ് കൊടുക്കാനുള്ള മെസ്സേജ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ഒരു പേടിയാണ്, മൊത്തത്തിൽ ഒരു ടെൻഷനുണ്ട്. ചെറിയ രീതിയിലൊരു വേദന വന്നാലോ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നൊക്കെ ഒരു ടെൻഷൻ പെട്ടെന്ന് വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ അടുത്ത സമയങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത കൂടുതൽ വന്നിട്ടുണ്ടാവുക? നെഞ്ച് വേദന, നെഞ്ചിടിപ്പ്, അതെല്ലാം ഓരോ ആൾക്കാർക്കുള്ള അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും. അതിൽ ചിലതെല്ലാം ശരിക്കുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെഞ്ച് വേദനയായിരിക്കും. അല്ലാതെ ഉള്ള മസിൽ വേദനയോ ഗ്യാസിൻ്റെ വേദനയോ ആവാനായിരിക്കും ചാൻസസ്. പിന്നെ ഈ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പം കൂടുതലും ആൾക്കാർക്ക് വേഗം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. പ്ലസ് ഇൻഫർമേഷൻ എല്ലാവർക്കും അറിയാം. നെഞ്ച് വേദന എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആവാനും. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരും നെഞ്ച് വേദന എന്ന് പറഞ്ഞാൽ ഗ്യാസ് മാത്രമാണ് രീതിയിലിരിക്കും. ഇപ്പം മാറി. ഇപ്പം കേൾക്കുന്നുണ്ട്, ന്യൂസ് യു ആർ ഹിയറിങ്, എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. യങ് ആയിട്ടുള്ള ആൾക്കാർ സഡൻ ആയിട്ട് ഓടാൻ നേരത്തോ കളിക്കാൻ നേരത്തോ ബോധം കെട്ട് വീഴുന്നത്, നെഞ്ചുവേദന ഉണ്ടായിരുന്നു. പിന്നെ ഏത് നെഞ്ചുവേദനയാണെങ്കിലും അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് വേദന ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒരു ECG എടുത്ത് നോക്കണം. അത് നോക്കുക, ഡോക്ടറിനെ കാണുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, എക്സ്പെഷ്യലി സ്ട്രോങ് ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണം. അതിനുള്ള തക്കതായിട്ടുള്ള എക്കോകാർഡിയോഗ്രാമോ ട്രെഡ്മിൽ ടെസ്റ്റോ എന്തുവാണോ ചെയ്ത് നോക്കി നമ്മുടെ ഹാർട്ട് ഫങ്ഷൻസ് എല്ലാം നോർമൽ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കണം. ഇടയ്ക്ക് കാലിൽ പറയല്ലോ ഇടം കയ്യോ അങ്ങനെയൊക്കെ പറയല്ലോ. നെഞ്ച് വേദനയാണെങ്കിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുണ്ട്. നമുക്ക് നെഞ്ച് വേദനയാണെങ്കിൽ നമ്മുടെ നെഞ്ചിൽ മാത്രമാണ്. പക്ഷെ ഇനി നെഞ്ച് വേദന നമുക്ക് വേദനയായിട്ട് കൺസിഡർ ചെയ്യാം, ഹാർട്ട് പെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ ടിപ്പിക്കലി നമ്മുടെ നെഞ്ച് വേദന സെൻട്രൽ ഹാർട്ടിൽ നിന്ന് കയ്യിലോട്ട് ചിലപ്പം റേഡിയേറ്റ് ചെയ്യും, ചിലപ്പോൾ അത് കഴുത്തിലോട്ട് റേഡിയേറ്റ് ചെയ്യും. ഒരാൾ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നതിൻ്റെ കൂട്ട് ഇന്ന് തോന്നും. ഇങ്ങനെല്ലാം തോന്നുവാണെങ്കിൽ ടിപ്പിക്കൽ എൻജൈന എന്ന് പറയും. അല്ലാതെ ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ആണെങ്കിൽ നമ്മുടെ ആർട്ടറിയിൽ, നമ്മുടെ മെയിൻ അയോട്ട എന്ന് പറഞ്ഞുള്ള ബ്ലഡ് വെസലിലാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ ഹിയറിലുണ്ടെങ്കിൽ ഇങ്ങനെ വേദന വരും. ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് BP, ബാക്കി ECG, എക്സാമിനേഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ്, അഡീഷണൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഹാർട്ടിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ട്രോപ്പനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് ആണ്. അപ്പോൾ ഈ എൻസൈം കൂടിയിരിക്കുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് ആകുമ്പോഴാണ് ഇത് കൂടിയിരിക്കുന്നത്. അതെല്ലാം കൂടിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ സ്ഥിരീകരിക്കുന്നത് വെദർ ഹാർട്ട് റിലേറ്റഡ് പെയിൻ ആണോ അതോ ഹാർട്ട് റിലേറ്റഡ് പെയിൻ അല്ലേ. ഓക്കെ, നമ്മൾ വ്യായാമം കൂടുതൽ ചെയ്യുന്നതും പ്രശ്നമാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഏത് കാര്യവും അമിതമായി കഴിച്ചാലും പ്രശ്നമാണ്, അമിതമായി എക്സസൈസ് ചെയ്താലും പ്രശ്നമാണ്. വ്യായാമം എന്തോന്നാണെന്നുള്ളതനുസരിച്ചിരിക്കും. ഇറ്റ്സ് ബേസിക്കലി നമ്മളിപ്പം എയറോബിക് എക്സസൈസസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഹെവി വെയിറ്റ് ട്രെയിനിങ്, ദീസ് ആർ ദ തിങ്സ്. അതെല്ലാം നമുക്ക് ഇതിലൂടെ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആണെങ്കിൽ എന്തുവാണ് പ്രഷേഴ്സ് കൂടും. അതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടും. പിന്നെ അതിൻ്റെ കൂടെ ഈ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ, ഐ മീൻ ഓൺ എ പ്രൊഫഷണൽ ലെവൽ ചെയ്യുന്നവർ, ദേ ടേക്ക് എ ലോട്ട് ഓഫ് ബോഡി ബിൽഡിംഗ് മെഡിക്കേഷൻസ് ആൻഡ് എന്തുവാണ് പദാർത്ഥങ്ങൾ. അതെല്ലാം കാരണം തന്നെ ഹാർട്ടിൻ്റെ മസിലും എല്ലാം വീങ്ങിയിരിക്കും. അത് കാരണം അതിൻ്റെ ബ്ലഡ് വെസൽസിനുള്ള ഫ്ലോ സ്ട്രക്ചർ എന്തുവാണ് ഡിഫറൻസോ അതിൽ ബന്ധപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും. ഒരു ഏജ് അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഏജ് വൈസിലെ ഒരു ചിന്ത നമുക്ക് വേണം. ഇപ്പം നമ്മൾ ചില ആളുകൾ ഒരു ഏജ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബാഡ്മിൻ്റൺ,
എല്ലാവരും പെട്ടെന്നൊന്ന് ഞാനൊന്ന് സെറ്റ് ആവണമെന്ന് വിചാരിച്ച് ബാഡ്മിൻ്റണിലേക്ക് കൂടുതൽ പോകും, അല്ലെങ്കിൽ ഗെയിംസിലേക്ക് പോകുന്നു, ജിമ്മിലേക്ക് പോകും. നമ്മളുടെ ഒരു ഏജിൻ്റെ ആ ഒരു സമയം മനസ്സിലാക്കാതെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നമാണോ അത്? അങ്ങനെയുള്ളവർക്ക് ബേസിക്കലി ഓൾറെഡി ഒരു ചെറിയൊരു ഹാർട്ടിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഒരു സഡൻ ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഓൾറെഡി നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ എത്ര സിഗ്നിഫിക്കൻ്റ് ആണ്, ഇപ്പോൾ 20%, 30%, അതിനൊന്നും ചെയ്യാനില്ല, മരുന്ന് കഴിക്കണം, കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്യണം. 70% മേലിലോ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ അത് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് നെഞ്ചുവേദന വന്ന് ഹാർട്ട് അറ്റാക്കായി they will have a cardiac arrest. അങ്ങനെ ആവുമ്പോഴാണ് സഡൻ ഡെത്ത് റിലേറ്റഡ് ടു മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുന്നത്. അപ്പോൾ ഏജ് ആക്ച്വലി ഇതിനൊരു ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ, ബട്ട് ഓരോ ഏജിന് ഏതെല്ലാം ഇപ്പോൾ നമ്മൾ വെൻ വി ആർ യങ്ങർ മേ ബി 20 to 40 ഒരു ഹൈ സ്ട്രെയിനസ് എക്സസൈസസ് ചെയ്യാൻ പറ്റും, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ 40 to 50 ചെയ്യുന്നതിന് മുമ്പേ ഒരു കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനാണ് ബെറ്റർ. വൺ തിങ് പ്ലസ് കൊളസ്ട്രോൾസ് എല്ലാം കൺട്രോൾ ആണോ, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യുന്ന. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എനി എന്താണ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. അല്ലാതെ ഉള്ളത് 50 കഴിയുമ്പോഴത്തേക്കെല്ലാം എല്ലാ മസിൽസിനും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നോട്ട് വെരി സഡൻ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തത് ചെയ്യുന്നതായിരിക്കും നല്ല, ലൈക്ക് സ്വിമ്മിങ്, ലൈക്ക് വാക്കിംഗ്. പിന്നെ ഐഡിയലി നമ്മൾ നോക്കിയിട്ടുള്ള അത്ലീറ്റ്സിന് എടുത്ത് നോക്കുവാണ്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്യുന്നവരുടെ ഹാർട്ടും ഈ ഒരു 3 days വീക്ക് ഒരു 30 to 40 minutes ചെയ്യുന്നവർക്ക് ആ 3 days ചെയ്ത് 30 to 40 minutes എക്സസൈസ് ചെയ്യുന്നവരിലാണ് ഹാർട്ട് ഹെൽത്ത് ബെറ്റർ ആയിട്ടുള്ളത്. ആൻഡ് ദേ ഹാഡ് ലെസർ കാർഡിയാക് ഇവന്റ്സ്. ഓക്കെ, അങ്ങനെയുണ്ടല്ലേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൃത്യമായിട്ട്, ഒരു പ്രവാസികളാണെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. എന്താണെങ്കിലും നമ്മൾ പെട്ടെന്ന് സമയം ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ജീവിതശൈലിയിൽ. ഇൻ ദ സെൻസ് വേറൊന്നുമല്ല, ഓക്കെ മേ ബി വെൻ യു ആർ വിത്തിൻ ഒരു 30-40 ഇയേഴ്സിന് താഴെ ആകുമ്പോഴത്തേക്ക് മേ ബി യു വിൽ ഹാവ് കുറേ ഫ്രൈഡ് ഐറ്റംസും വറുത്ത ഐറ്റംസും എണ്ണ ഐറ്റംസ് എല്ലാം കഴിക്കണം. ദാറ്റ്സ് ഓൾ ഫൈൻ. അത് അങ്ങനെ ഒരു ശീലമാണ്. പക്ഷേ ആഫ്റ്റർ ഒരു 35-40 ആകുമ്പോഴത്തേക്ക് ഇതിലൂടെ ബോയിൽഡ് ഐറ്റംസ് കൂടുതലാക്കുക, മോർ വെജിറ്റബിൾസ് ആക്കുക, ബാലൻസ്ഡ് ഡയറ്റ് ആക്കുക, ഫൈബർ ആവശ്യത്തിന് വേണം, പ്രോട്ടീൻ ഇൻടേക്ക് അഡിക്വേറ്റ് വേണം, ഫിഷ് ഇൻടേക്ക് ബെറ്റർ ആയിരിക്കും ഇഫ് ദേ ആർ നോൺ വെജിറ്റേറിയൻസ്. അറ്റ് ദ സെയിം ടൈം പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ് കുറയ്ക്കുക, ചായയിൽ തന്നെയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടുന്നത് കുറയ്ക്കുക. ദീസ് ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് യുവർ കാർഡിയാക് റിസ്ക്. ഓക്കെ, അപ്പോൾ തന്നെ സ്ട്രെസ് ഇപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും മാനസിക സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ഡോക്ടറെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയാറുണ്ട്, എനിക്ക് വർക്ക് പ്രഷർ ഉള്ളതുകൊണ്ടാണ്. ഡോക്ടർ ചോദിക്കുമോ, അത് എടുത്ത് ചോദിക്കാറുണ്ടോ? ഈ വർക്ക് പ്രഷർ സ്ട്രെസ് എന്നുള്ളതല്ല, ദേ ഹാവ് സ്ട്രെസ്, ദേ ആർ സ്ട്രെസ്ഡ് അബൌട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് സ്ട്രെസ് ആയിരിക്കും. ബട്ട് ബേസിക്കലി ഐ ഫീൽ നമുക്കൊരു സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അപ്പം ആ സ്ട്രെസ് മാറ്റാനായിട്ട് നമ്മൾ എന്തോ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കും പകുതി ആൾക്കാരും വിചാരിക്കുന്നത്. സോ അത് തുടങ്ങുമ്പോൾ ആ സ്ട്രെസ് മാറുന്നുണ്ടെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി ദ സ്ട്രെസ് ഇസ് ഗോൺ. പിന്നെ റിലാക്സേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ആ ഒരു യുവർ ടൈം ആവശ്യത്തിന് അധികം ഉണ്ടായിരുന്നു. ആൻഡ് യു ആർ സോഷ്യലൈസിങ് വിത്ത് യുവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ട്, യു ആർ ടോക്കിംഗ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്, യു ആർ സ്പെൻഡിങ് എന്തുവാണ് ഒരു ഡിന്നർ ടൈമോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമോ, യു ആർ സിറ്റിംഗ് വിത്ത് യുവർ ചിൽഡ്രൻ, യുവർ ഫാമിലി മെമ്പേഴ്സ്, ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ എല്ലാവരും ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം പെതുക്കെ ഇറ്റ് ഈസ് മൂവിങ് ഓൺ. എവ്രി വൺ ഈസ് ഹാവിങ് ദെയർ ഫുഡ്, ടി വിയുടെ മുമ്പിലായിരിക്കും. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും എല്ലാവരും സ്ട്രെസ് എന്നുള്ളത് ദേ ആർ കൺസിഡറിങ് ഇറ്റ്. സോ ഓഫ് കോഴ്സ് എല്ലാവരുമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ, ഇഫ് ഇറ്റ് ഇസ് യുവർ ഫ്രണ്ട്സ് ഓർ ഇറ്റ്സ് യുവർ ഫാമിലി, സംസാരിക്കുമ്പോൾ തന്നെ പകുതി സ്ട്രെസ് കുറയും. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും ഒരു മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 minutes ഒരു നടക്കോ കളിക്കോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഒരു സ്ട്രെസ് റിലീഫ്. സ്പോർട്സ് ആക്ടിവിറ്റി ഈസ് ഗുഡ് ആക്ച്വലി. കുറേ പേരാണെങ്കിൽ മാരത്തോൺ റണ്ണിങ് ദേ ടേക്ക് അപ്പ് ആസ് എ മാരത്തോൺ സ്പോർട്സ് ഓർ ഫുട്ബോൾ ആണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആണോ, ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ദെയർ സ്ട്രെസ് റിലീഫ്. ചിലവർക്ക് പാട്ടായിരിക്കും ഓർ ലേണിംഗ് എ ന്യൂ ഇൻസ്ട്രുമെന്റ്, ഇതെല്ലാമാണ് സ്ട്രെസ് റിലീഫ്. സോ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ സ്ട്രെസ് റിലീഫ് കൊണ്ടുവരാനായിട്ടുള്ളൊരു അവസരമുണ്ട്.
ആൻഡ് ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. അതെ, നമ്മളുടെ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞു നമ്മുടെ ഇഷ്ടത്തിന് ചിലവർക്ക് ബുക്ക് വായിക്കുന്നതായിരിക്കും ഏറ്റവും ബിഗസ്റ്റ് സ്ട്രെസ് റിലീഫ്. ദാറ്റ് ഹെൽപ്സ്. അങ്ങനെ കാണും. പിന്നെ മ്യൂസിക് ഓൾവേസ് ഡസ് വണ്ടേഴ്സ് ടു യുവർ സെൽഫ്. ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ ഓഫ് മ്യൂസിക് ഇൻ എ ഡേ ഈസ് ഗുഡ് ആക്ച്വലി, വാട്ട് എവർ ബി. തീർച്ചയായിട്ടും. അപ്പം പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, എന്തെനിക്ക് ചെയ്യാൻ സാധിക്കും? എനിക്കിപ്പം എന്ത് ഓൺ ദി സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം നെഞ്ച് വേദന ഉണ്ടെങ്കിൽ അടുത്തൊരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഡോക്ടറിനെ കാണുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇപ്പം പിന്നെ വേദനയാണെങ്കിൽ ഒരു മസിൽ പെയിൻ ആണ്, ഇപ്പം തട്ടി വീണു, അപ്പം ഒരു വേദനയാണെങ്കിൽ ഒരു മസിൽ പെയിൻ ആണെന്ന് അറിയാം. സോ യു ക്യാൻ അതനുസരിച്ച് ചെയ്യാം. പിന്നെ ട്രൈ നോട്ട് ടു ട്രീറ്റ് യുവർ സെൽഫ്. ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. BP എല്ലാം നോക്കി ECG എടുത്ത് നോക്കുക. ECGയിലാണെങ്കിൽ അപ്പം വേറെ അക്യൂട്ട് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നത്തിങ് ടു ബി വറി. പിന്നെ ചിലവർക്ക് ECGയിൽ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം. അത് കാരണമാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതിന് ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പനിൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഈ അതിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഡാമേജ് ഇല്ല. പക്ഷേ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രാമോ ട്രെഡ്മിൽ ടെസ്റ്റോ ചെയ്യാൻ പറയുന്നത്. ആ ട്രെഡ്മിൽ ടെസ്റ്റിലാണെങ്കിൽ വല്ലതും 70-80% ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ അതിൽ വല്ല പോസിറ്റീവായിട്ട് കാണുവാണെങ്കിലാണ് നമ്മൾ അവരുടെ അടുത്ത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാൻ പറയുന്നത്. ഓർ CT കൊറോണറി കാൽഷ്യം സ്കോർ ഓർ CT ആൻജിയോഗ്രാം എന്ന് പറയും. അപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. അപ്പം ഈ ആൻജിയോഗ്രാം എല്ലാം ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുവാണ് നമ്മുടെ ബ്ലഡ് വെസലിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ ബ്ലോക്ക് അനുസരിച്ച് നമുക്കാണെങ്കിൽ മരുന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൊളസ്ട്രോൾ ആണ് എല്ലാത്തിനും ഒരു ബേസിക് കോസ്. അപ്പം എല്ലാ ഒരു ഏജ് 35-40 ഇയേഴ്സ് കഴിയുമ്പോൾ എല്ലാ 6 മാസവും കൊളസ്ട്രോൾസും ഷുഗേഴ്സും ചെക്ക് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.